റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ റേസ് ടു സക്സസിന്റെ ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം. റേസ് ടു സക്സസിൽ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആർജെ ആയില്ലയാണ്. എൻ്റെ ഒപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ PR ശ്രീ മഹാദേവൻ പിള്ള സാറും കൂടെ ജോയിൻ ചെയ്യാണ്. സാർ, വെൽക്കം. നമസ്കാരം. നമസ്കാരം സാർ. സാർ, ഇന്ന് നമ്മൾ റേസ് ടു സക്സസിൽ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്നുള്ളത്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയാസ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയാസിലും ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതാണോ എന്നുള്ളൊരു ചോദ്യം വരെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു വിഷയം എന്ന് പറയുമ്പോൾ, വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ, വിഷയം ഇത്രയേ ഉള്ളൂ, പുനർവിവാഹമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്നുള്ളത്. ഈ ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ഇത്രയധികം ഈ ഒരു സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സാറിൻ്റെ അഭിപ്രായം എന്താണ് ഈ ഒരു പുനർവിവാഹം എന്നുള്ളതിനെ കുറിച്ച്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ട ഒരു വാർത്ത, ഒരു സീരിയൽ നടി, 43 വയസ്സുള്ള ഒരു സീരിയൽ നടിയും 49 വയസ്സുള്ള ഒരു സീരിയൽ നടനും, അവർ രണ്ടുപേരും പുനർവിവാഹിതരായതാണ്. അതിൻ്റെ റീൽസ്, അതിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ വാർത്തകൾ, ഇതൊക്കെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട്, അത്രയും ഒരു മറ്റു വാർത്തകൾക്ക് കിട്ടാത്തത്ര പ്രാധാന്യത്തിൽ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിന് വരുന്ന കമൻറ്റുകളും ഒക്കെ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ പുനർവിവാഹത്തെക്കുറിച്ച് നമുക്കൊരു ചർച്ച തന്നെ വേണം എന്ന് തോന്നാൻ കാരണം. അപ്പോൾ അത് മുമ്പൊക്കെ ഈ പുനർവിവാഹം എന്ന് പറഞ്ഞിരുന്ന ഒരു ലെസർ തിങ്, ഒരു ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത, അല്ലെ ചർച്ച ചെയ്യാൻ അർഹതയില്ലാത്ത, അല്ലെ അതിനുള്ള അഭിമാനമില്ലാത്ത ഒരു വിഷയമായിട്ട് എടുത്തിരുന്നതാണ്. ഈ ആഢ്യ കുലജാതരെന്നൊക്കെ പറയുന്നവർക്ക് പുനർവിവാഹം എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമെന്ന് ചിന്തിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, രാജാറാം മോഹൻ റോയ്ക്ക് വളരെയധികം പ്രയത്നിക്കേണ്ടി വന്നു സതി നിർത്തലാക്കാൻ. അതായത് ആദ്യത്തെ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ കൂടെ ചിതയിൽ ചാടിച്ചാകുന്ന സമ്പ്രദായമായിരുന്നു സതി. ഇന്നും അനൗദ്യോഗികമായി പല സംസ്ഥാനങ്ങളിലും ചില ഗ്രാമപ്രദേശങ്ങളിൽ സതി നിലനിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിൽ ചാടിച്ചാകണം എന്നുള്ള നിയമം. പക്ഷെ തിരിച്ച് ഞാൻ എവിടെയും കേട്ടിട്ടില്ല, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ചിതയിൽ ചാടിച്ചാകണം എന്നുള്ളത് എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ അതിലും ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു സെക്ഷൽ ഡിസ്ക്രിമിനേഷൻ അതിലും വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതൊരു ചർച്ചാ വിഷയമാണ് എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യും. ഈ ഒരു പുനർവിവാഹത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു സാമൂഹികമായ ഒരു കാരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഇതിന് പിന്നിൽ. മുമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പുനർവിവാഹത്തിന് കാരണമായി വന്നിരുന്നത് ചെറുപ്പകാലത്ത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി വരുന്ന വൈധവ്യം, അല്ലെ പുരുഷന്മാർക്കുണ്ടാകാവുന്ന വൈധവ്യം, അതായിരുന്നു മുമ്പ് കാലത്ത് ഇതിന് കാരണം. പിന്നെ മറ്റൊന്ന്, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെ പുനർവിവാഹം ചെയ്യുന്ന പുരുഷന്മാർ വിവാഹം ചെയ്യുമായിരുന്നു. ഇത് രണ്ടുമാണ് മുൻകാലങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ വിവാഹമോചനത്തിന് മുൻകൈ എടുക്കുന്നത് പലയിടത്തും പെൺകുട്ടികളോ സ്ത്രീകളോ ആണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പുനർവിവാഹത്തിന് മുൻകൈ എടുക്കേണ്ടി വരുന്നത് അവർ തന്നെയായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്നൊരു പ്രത്യേകത, പണ്ട് പുനർവിവാഹത്തിന് അന്വേഷിച്ചിരുന്നതും ചെയ്തിരുന്നതും മുൻകൈയെടുത്തിരുന്നതും പുരുഷന്മാരാണെങ്കിൽ, ഈ മാറി വരുന്ന സാഹചര്യത്തിൽ പുനർവിവാഹത്തിന് മുൻകൈ എടുക്കുന്നത് സ്ത്രീകളോ പെൺകുട്ടികളോ ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു മുൻകൈ എടുക്കുന്നതിൽ കുടുംബങ്ങളുടെ പ്രാധാന്യം ഇത്രത്തോളം ഉണ്ട്. അതായത് ഒരു കുടുംബാംഗങ്ങൾ ഇങ്ങനെ മുൻകൈ എടുത്തിട്ട് പുനർവിവാഹത്തിലേക്ക് എത്തിക്കുന്ന ബന്ധങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു വ്യക്തിപരം മാത്രമായിട്ട് ഇങ്ങനെ മാറുന്നൊരു കാര്യമാണ്. ഒന്നില്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ മാത്രം മുൻകൈ എടുത്ത് നടത്തേണ്ട ഒരു പുനർവിവാഹം എന്നൊരു രീതിയിലേക്കാണ് മാറുന്നത്. കുടുംബങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു വിഷയത്തിലുണ്ടോ? അതിലും കാലാന്തരത്തിൽ വന്ന ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. മുമ്പൊക്കെ ഈ പുനർവിവാഹത്തിന് മുൻകൈ എടുത്തിരുന്നത് കുടുംബങ്ങളായിരുന്നു. അത് തന്നെ സാധാരണ പെൺകുട്ടികളുടെ കുടുംബങ്ങളായിരുന്നു. കാരണം ഒരു വിവാഹം കഴിഞ്ഞ് വിധവയായി പോയ, അല്ലെങ്കിൽ വിവാഹമോചനം നേടിയൊരു പെൺകുട്ടി വീട്ടിൽ നിൽക്കുന്നത് വീട്ടുകാരൊരു ബാധ്യത, അല്ലെങ്കിൽ അത് ഒരു ദുരന്തമായി കണ്ടിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മാറി വരുന്ന ട്രെൻഡിൽ ഈ വിവാഹമോചിതരായവരോ അല്ലെങ്കിൽ വൈധവ്യത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ വിവാഹമോചനങ്ങളാണ്. വിവാഹമോചിതരായിരുന്നവർ അവർ തന്നെ സ്വയം താല്പര്യമെടുത്ത് ഒരു ഇണയെ കണ്ടെത്തുന്ന പതിവാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് അതിലും സാംസ്കാരികമായ സാമൂഹികമായ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതും മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. സമൂഹത്തിൻ്റെ ഒരു
ഡൈനാമിക്സിൽ, ഒരു ചാലകത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ പുനർവിവാഹത്തിന് മുൻകൈ എടുക്കുന്നത്, പക്ഷേ ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു പ്രത്യേക ട്രെൻഡ് പുനർവിവാഹത്തിന് മുൻകൈ എടുക്കുന്നത് പെൺകുട്ടികളാണെന്നുള്ളതാണ്. മുമ്പ് കുടുംബാംഗങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന പുനർവിവാഹങ്ങളിൽ നല്ലൊരു പങ്കും പെൺകുട്ടികൾ തന്നെ കണ്ടെത്തുന്ന വരന്മാരാണ്. വരന്മാർ ഒരുപക്ഷെ ആദ്യ വിവാഹം ചെയ്യുന്നവരോ അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്യുന്നവരോ ആകാം. പക്ഷെ അതിൽ രസകരമായി എനിക്ക് തോന്നിയൊരു സംഗതി, ഈ പുനർവിവാഹത്തിന് തയ്യാറെടുക്കുന്ന പെൺകുട്ടികളും ആദ്യ വിവാഹത്തിന് ശ്രമിക്കുന്ന വരന്മാരുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അതിൻ്റെ ലോജിക്ക് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. സാധാരണഗതിയിൽ പുനർവിവാഹത്തിന് ശ്രമിക്കുന്ന ഒരു പെൺകുട്ടി പുനർവിവാഹം കഴിക്കുന്ന ഒരു പുരുഷനെ അന്വേഷിക്കുന്നതിൽ ഒരു സ്വാഭാവിക നീതിയുണ്ട്. പക്ഷേ ഇപ്പോൾ അതും മാറിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അടുത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം, ഈ പുനർവിവാഹം ചെയ്യുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ആദ്യ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ കൂടുതൽ താല്പര്യം കാണിക്കുന്നുള്ളതാണ്. അതിനെന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു സാമ്പത്തിക വശമുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു വിവാഹമോചനം നടത്തി പുനർവിവാഹത്തിന് തയ്യാറാകുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവർക്ക് നിലനിൽപ്പിനുള്ള ഒരു വഴിയുണ്ടാവും. ഒന്നിലൊരു ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവും. അതുകൊണ്ട് അതില്ലാത്ത പുരുഷന്മാർ, അതായത് സ്ത്രീകളുടെ വരുമാനം കൊണ്ട് ജീവിക്കാം എന്നുദ്ദേശിക്കുന്ന പുരുഷന്മാർ ആദ്യ വിവാഹത്തിൽ തന്നെ പുനർവിവാഹം കഴിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ഈയിടെയായിട്ട് തയ്യാറായി വരുന്നുണ്ട്. മുമ്പില്ലാത്തൊരു ട്രെൻഡായിരുന്നു. മുമ്പ് ആദ്യ വിവാഹം ചെയ്യുന്ന ഒരു പുരുഷൻ പുനർവിവാഹം ചെയ്യുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്ന ഒരു സാമൂഹിക അസന്തുലിതാവസ്ഥയായിട്ട് കണ്ടിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല, അതും മാറി വരികയാണ്. മാറ്റങ്ങളാണല്ലേ, എല്ലായിടത്തും മാറ്റങ്ങളാണ്. വരുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ പുനർവിവാഹത്തിന് ഇന്നുള്ളൊരു രീതികൾ മാറ്റമുണ്ട്. മുൻപ് നമ്മൾ സതിയെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു. സതി അല്ലെങ്കിൽ നിർബന്ധിതരാവുകയാണ്, പുനർവിവാഹം നടത്താൻ വേണ്ടി നിർബന്ധിതരാവുകയാണ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ പുനർവിവാഹത്തിന്റെ രീതികൾ തന്നെ മാറിയിട്ടില്ലേ? തീർച്ചയായിട്ടും പുനർവിവാഹത്തിൻ്റെ രീതികൾ സമൂലമായി മാറിയിട്ടുണ്ട്. ഒന്ന്, മുമ്പൊക്കെ ഈ പുനർവിവാഹമൊക്കെ ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ഈ ഏജൻ്റന്മാർ, മാമാമാരെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ബ്രോക്കേഴ്സ്. ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റിയ ഒരു ആൺകുട്ടിയെ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു പുരുഷനെ കണ്ടെത്തി അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചൊക്കെ ആയിരുന്നു ഈ പുനർവിവാഹത്തിന് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിരുന്നത്. അതിന് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന വലിയൊരു ഘടകമെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നല്ല ആസ്തിയുണ്ട്, അല്ലെങ്കിൽ സ്വത്തുണ്ട്. അന്ന് പെൺകുട്ടികൾക്ക് ജോലിയുണ്ട് എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡ് മാറിയിരിക്കുന്നു. ഇപ്പോൾ പുനർവിവാഹത്തിന് ഈ ആവശ്യക്കാർ തന്നെ, അതിൻ്റെ വിവാഹം വേണ്ട വധൂവരന്മാരാകാൻ പോകുന്നവർ തന്നെ ശ്രമം തുടങ്ങിയിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ എളുപ്പമായിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു വസ്തുത, ഈ ഡേറ്റിംഗ് ആപ്പുകൾ ഇപ്പോൾ വളരെ പ്രചാരത്തിൽ വന്നിരിക്കുന്നു. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഈ ഡേറ്റിംഗ് എന്നുള്ളത്. ഇന്നിപ്പോൾ കേരളത്തിൽ അടുത്ത കാലത്തൊരു സ്ത്രീ എൻ്റെ അടുക്ക് പറയുണ്ടായി, അവരുടെ ഒരു സുഹൃത്ത് അവരുടെ ഡേറ്റിംഗ് ആപ്പിലുണ്ടോ എന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചു അത്രേ. വിവാഹിതരായ രണ്ടുപേരുമാണ്. അപ്പോൾ വിവാഹിതരായവർ പോലും ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പിലുണ്ട്. അപ്പോൾ അവിവാഹിതരായ അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വൈധവ്യം അനുഭവിക്കുന്നവരൊക്കെ മിക്കവരും ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റിംഗ് ആപ്പിൻ്റെ അതിൻ്റെ ഓഫർ തന്നെ നിങ്ങൾ തുറന്ന് സംസാരിക്കൂ എന്നുള്ളതാണ്. കണ്ടുമുട്ടൂ, തുറന്ന് സംസാരിക്കൂ എന്നുള്ളൊരു മോട്ടോ ആണ് ഈ ഡേറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. മിക്ക ഡേറ്റിംഗ് ആപ്പുകളും ഫ്രീ ആണ്, കാരണം അവർ പരസ്യത്തിൽ കൂടി അതിനുള്ള വരുമാനം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ആ സംവിധാനം ഇത് സമൂഹം എത്രമാത്രം അറിഞ്ഞിട്ടുണ്ടെന്നറിയില്ല. എനിക്ക് കിട്ടിയ ഒരു അൺഒഫീഷ്യൽ ഇൻഫർമേഷൻ വെച്ചിട്ട് 2 പെൺകുട്ടികളിൽ ഒരാൾ വീതവും 3 ആൺകുട്ടികളിൽ 2 പേര് വീതവും ഡേറ്റിംഗ് ആപ്പുകളിലുണ്ടെന്നാണ്. ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം അതിനെ സംബന്ധിച്ച് പഠനമൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് തന്നെ അനൗദ്യോഗികമായിട്ട് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ പിന്നെ തേടി പോകാൻ വേറെ സ്ഥലങ്ങൾ വേണ്ട, ഈ ഡേറ്റിംഗ് ആപ്പ് മാത്രം മതി. അപ്പോൾ പുനർവിവാഹത്തിന് ഇപ്പോൾ അതിനി വികസിക്കും. ഇനി ഒരുപക്ഷെ എല്ലാവരും ഈ റെഗുലർ വിവാഹങ്ങൾക്ക് തന്നെ ഇതിനേക്ക് ഈ ഡേറ്റിംഗ് ആപ്പിലേക്ക് വരാം. കാരണം മിക്കവാറും വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ വിദേശത്ത് പോകുന്നവരൊക്കെ അവിടുന്ന് തന്നെ വധൂവരന്മാരെ കണ്ടെത്തുന്നത്? അവരവിടുത്തെ ഡേറ്റിംഗ് സമ്പ്രദായം ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇവിടേക്കും വരും. അപ്പോൾ ഒരുപക്ഷെ 100% പേരോ അല്ലെങ്കിൽ 90% പേരോ ഈ ഡേറ്റിംഗ് ആപ്പിനെ ഉപയോഗപ്പെടുത്തി പുനർവിവാഹം ചെയ്യുന്ന രീതിയിലേക്ക് വരാം. പാശ്ചാത്യ സംസ്കാരം ഇപ്പോഴത്തെ കേരളത്തിൽ പുനർവിവാഹത്തിൽ വരെ ഒരു പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണല്ലേ? പാശ്ചാത്യ സംസ്കാരം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പം നമ്മളൊക്കെ ഇട്ടിരിക്കുന്ന വേഷമെല്ലാം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചയാണ്. മലയാളിയുടെ വേഷങ്ങളൊക്കെ മറന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പണ്ടൊക്കെ നമുക്കത് ഒരു അടിമത്ത ബോധത്തിൽ നിന്നുണ്ടായതാണെന്ന് വരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. അതൊരു കൺവീനിയൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. നമ്മുടെ വസ്ത്രധാരണ രീതി, നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഭക്ഷണ രീതി, അതിൻ്റെ നന്മതിന്മകളെ നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും വിചാരം ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൻ്റെ ചില അട്രാക്ഷൻസ് ഉണ്ട്, ചില കൺവീനിയൻസ് ഉണ്ട്, അത് നമ്മൾ അങ്ങ് പിന്തുടരുകയാണ്.
സർ, തുടർന്ന് ഇനി ഒരു പുനർവിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കേരള സംസ്കാരം ഉണ്ടല്ലോ, നമുക്കെപ്പോഴും നമ്മൾ പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊള്ളുന്നുണ്ട്, അതിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും കേരളം ആയ ഒരു സംസ്കാരമുണ്ട്, കേരളീയ ഒരു സംസ്കാരമുണ്ട്. അതിൽ ഈ ഒരു പുനർവിവാഹം നടക്കുന്നതിലൂടെ വല്ല എന്തെങ്കിലും ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? അതിൽ സമൂലമായ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കേരളത്തിൽ മുമ്പ് കാലത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനമായ സമുദായങ്ങളെ ആലോചിച്ച് നോക്കൂ. നായർ സമുദായം, ഈഴവ സമുദായം, ക്രിസ്ത്യൻ സമുദായം, മുസ്ലിം സമുദായം. ഈ 4 സമുദായങ്ങളാണ് കേരളത്തിൽ ഇന്നും ജനസംഖ്യ ആനുപാതികമായിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഈഴവ സമുദായമാണ്. അത് കഴിഞ്ഞാൽ മുസ്ലിം സമുദായമാണ്, അത് കഴിഞ്ഞാൽ നായർ സമുദായമാണ്, അത് കഴിഞ്ഞാൽ ക്രിസ്തീയ സമുദായമാണ്. മുമ്പത്തെ ഇക്വേഷനായിട്ട് ഇത്ര മാറിയിരിക്കുന്നു. മുമ്പ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈഴവ സമുദായവും നായർ സമുദായവും, അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ സമുദായവും, ഏറ്റവും അവസാനമായിരുന്നു മുസ്ലിം സമുദായം. ഇപ്പോൾ അതിൻ്റെ ഇക്വേഷൻ മാറിയെന്നേ ഉള്ളൂ. പക്ഷേ ഈ പ്രബല 4 സമുദായങ്ങളിലും ഇപ്പോൾ നായർ സമുദായത്തിൽ മുമ്പുണ്ടായിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുണ്ടുകൊട എന്നൊരു ചടങ്ങാണ്. ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പുരുഷന് മുണ്ട് കൊടുക്കാം എന്ന് മാത്രമല്ല, നായർ സമുദായം, അത് ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ, നായർ സമുദായത്തിൻ്റെ 4 കെട്ടുകളിൽ സ്ത്രീ താമസിക്കുന്ന മുറിക്ക് എപ്പോഴും പുറത്തേക്കൊരു കതകുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ആളെ അവൾക്ക് ഭർത്താവായി ഏത് ദിവസവും സ്വീകരിക്കാവുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിന് തമാശയ്ക്ക് പറയാറുണ്ട്, ഒരു മുറിയുടെ പുറത്തൊരു ചെരുപ്പ് കിടക്കുകയാണെങ്കിൽ മറ്റൊരാൾ അവിടേക്ക് ക്ഷണിക്കപ്പെടുന്നില്ല അന്ന് എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ നായർ സമുദായത്തിൽ ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പുനർവിവാഹം എന്നുള്ള ഇതൊരു 100 കൊല്ലത്തിന് മുമ്പുള്ള കഥയാണ്. ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇതൊക്കെ മാറിപ്പോയി. അപ്പോൾ അവിടെ പുനർവിവാഹം എന്നൊരു സങ്കല്പമേ ഇല്ല. കാരണം കൃത്യമായ ഒരു ഭർത്താവിനെ കൂടി സൂക്ഷിക്കാത്തവർക്ക് പിന്നെ പുനർവിവാഹമൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ അവരുടെ ഭർത്താക്കന്മാരായി വരും എന്നുള്ളതായിരുന്നു. ഇത് ആദ്യ വിഭാഗത്തിൽപ്പെട്ട നായർ സമുദായത്തിലായിരുന്നു. പക്ഷേ കുറച്ച് പിന്നോക്കം നിന്നിരുന്ന നായർ സമുദായങ്ങളിൽ പൊതുവെ ഈ പുനർവിവാഹത്തിന് യാതൊരു എതിർപ്പുമില്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ വിവാഹം ഒരു ചടങ്ങായിട്ട് അവർ നടത്തുന്ന പതിവില്ലായിരുന്നു. ആദ്യത്തെ വിവാഹത്തിലുള്ള ഭർത്താവോ ഭാര്യയോ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരാൾ കൂടെ പോയി താമസിക്കുക എന്നുള്ളൊരു സമ്പ്രദായത്തിലേക്ക് അത് ഒതുങ്ങുമായിരുന്നു. അതൊരു വലിയ ചടങ്ങായിട്ടോ അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കപ്പെടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഇനി ഈഴവ സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഈഴവ സമുദായത്തിൽ ഒരേ പുരുഷന്, അത് പ്രത്യേകിച്ചും തിരുവിതാംകൂർ ഭാഗത്തൊക്കെ, ഇപ്പോൾ ഒരു വീട്ടിലെ മൂത്ത ജ്യേഷ്ഠന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ അനുജന്മാരുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കില്ല. അവർ ഈ മഹാഭാരതത്തിലെ പാഞ്ചാലിയുടെ കഥ പറഞ്ഞതുപോലെ 5 ഭർത്താക്കന്മാർ പാഞ്ചാലിക്കുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ 2-3 ഭർത്താക്കന്മാർ ഒരേ വീട്ടിൽ തന്നെയുള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള സമുദായങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പുനർവിവാഹത്തെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കേണ്ടി വന്നിരുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പുരുഷന്മാർക്കും അങ്ങനെയുള്ള ബാന്ധവങ്ങളുള്ളതുകൊണ്ട് അവരത് ആലോചിച്ചിരുന്നില്ല. ഇനി ഇസ്ലാം സമുദായത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം കഴിക്കുന്ന പതിവ് ഒന്നുണ്ടായിരുന്നു. ഇപ്പോഴും വളരെ അപൂർവമായിട്ടേ ഇതുള്ളൂ. പക്ഷേ അന്ന് അത് പതിവായിരുന്നു. ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു ഭർത്താവിന് 2-3 ഭാര്യമാരുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ പുനർവിവാഹ ചിന്തകൾ, പ്രത്യേകിച്ചും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പുനർവിവാഹം എന്നുള്ളത് ആ സമുദായത്തിൽ പണ്ടേ കുറവായിരുന്നു. അങ്ങനൊരു സ്ഥിതി. കാരണം അതൊരു അന്ന് കാലത്ത് കുറച്ചുകൂടെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു നിയമങ്ങൾ തുടർന്നിരുന്നു എന്നുള്ളതാണ്. ഇനി ക്രിസ്തീയ സമുദായത്തിലുണ്ടായിരുന്നത് മറ്റൊന്നായിരുന്നു. ക്രിസ്തീയ സമുദായത്തിൽ ഇങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്യുന്നതിനും പള്ളിയുടെ അനുവാദമാണ് വരുന്നത്. അപ്പോൾ ആ പ്രാദേശികമായ പള്ളിയുടെ, അതെല്ലാ ക്രിസ്തീയ വിഭാഗങ്ങൾ ഏതാണ്ട് 20-ന് മേൽ ക്രിസ്തീയ വിഭാഗങ്ങൾ കേരളത്തിലുണ്ട്. ഇതിലെല്ലാത്തിലും പള്ളിയുടെ അനുവാദമില്ലാതെ ഒരു പുനർവിവാഹം ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്രാദേശികമായിട്ട് ആ പള്ളി പിന്തുടർന്നു വരുന്ന ചില നയങ്ങൾ, അതുകൊണ്ട് ഏറ്റവും കുറച്ച് പുനർവിവാഹം നടന്നിരുന്ന സമുദായം ക്രിസ്തീയ സമുദായമായിരുന്നു. അത് കാരണം ഇത് തന്നെയാണ്. ഞാൻ തന്നെ 1-2 ഈ വൈധവ്യം അനുഭവിക്കുന്ന ക്രിസ്തീയ പെൺകുട്ടികളോട് അന്ന് കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് ചോദിക്കേണ്ടത്, നിങ്ങൾക്കൊരു പുനർവിവാഹം സാധ്യമല്ലെന്ന് ചോദിച്ചപ്പം പള്ളി അതിന് അനുമതി തന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ചിലരുടെ ഭാഗത്ത് പള്ളികൾ അങ്ങനെയായിരുന്നില്ല, അവർ അതിന് പെട്ടെന്ന് അനുമതി കൊടുക്കുമായിരുന്നു. പക്ഷേ ഇന്ന് പള്ളികളൊക്കെ മാറിയിരിക്കുന്നു. ഇന്ന് ഏത് ക്രിസ്തീയ വിഭാഗത്തിൻ്റെ പള്ളിയിൽ നിന്ന് പുനർവിവാഹത്തിന് അനുമതി കിട്ടാൻ വലിയ തടസ്സമില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ചരിത്രപരമായിട്ട് കേരളത്തിൽ നിന്നിരുന്ന അങ്ങനെയാണ്. ഇന്ന് ഈ സെറ്റപ്പ് മുഴുവൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇന്നിപ്പോൾ നായർ സമുദായത്തിൽ ഒരു കഴിഞ്ഞ അരനൂറ്റാണ്ടായിട്ട് കൃത്യമായിട്ട് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് ആ സമുദായം മാറിക്കഴിഞ്ഞു. ഒരു അണുകുടുംബം, കൂട്ടുകുടുംബത്തിൽ നിന്ന് പണ്ടുണ്ടായിരുന്ന കൂട്ടുകുടുംബങ്ങളൊക്കെ ശിഥിലമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് കുട്ടികൾ എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരു ഇണ മരിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇണ ഒറ്റയ്ക്കായി പോകുന്ന സ്ഥിതിയിൽ അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്, അത് സമൂഹം എതിർക്കുന്നില്ല. നായർ സമുദായത്തിൽ പൊതുവെ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റേയാൾ വിവാഹം കഴിക്കുന്നതിന് ഇന്ന് സാമുദായികമായ തടസ്സങ്ങളൊന്നും എവിടെയുമില്ല. എന്ന് മാത്രമല്ല, സമുദായം അതിനെ അങ്ങനെ പ്രഘോഷിച്ച് പരിപോഷിപ്പിക്കുന്നില്ലെങ്കിലും ആരും എതിര് നിൽക്കാറില്ല.
നടക്കുന്നുണ്ടത്. ഇനി ഈഴവ സമുദായത്തിലാണെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആ സമ്പ്രദായം മാറി. ഇന്ന് 1-to-1 റിലേഷൻ തന്നെയാണ്. ഈഴവ കുടുംബങ്ങളിലൊക്കെ ഒരു ഭർത്താവ്, ഒരു ഭാര്യ, കുട്ടികളെന്നുള്ള സമ്പ്രദായമാണ്. അവിടെയും മതപരമായ വിലക്കുകളൊന്നുമില്ല. ഇനി ക്രിസ്തീയ സമുദായത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പള്ളിയെ ഗൗനിക്കാതെ തന്നെ ഇഷ്ടം പോലെ പുനർവിവാഹങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പലയിടത്തും അതിനുശേഷം പള്ളി അത് അംഗീകരിക്കേണ്ടി വരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ പള്ളിയിൽ വെച്ച് വിവാഹം ചിലപ്പോൾ നടന്നു എന്ന് വരില്ല, വിവാഹം ഏതെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് നടക്കുക, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് എണ്ണത്തിൽ കുറവാണ്. പക്ഷേ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് മറുനാടുകളിലേക്ക് പോയിരിക്കുന്ന ആളുകൾ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പള്ളിയുടെ നിയമങ്ങൾ അവർക്ക് ബന്ധമില്ല. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ അധികം ക്രിസ്ത്യൻ കുട്ടികൾ, എൻ്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിനികളൊക്കെ ആയിട്ടുള്ളവർ, അവർ വൈധവ്യം വരികയോ അല്ലെങ്കിൽ ഡൈവോഴ്സ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ, മുമ്പ് ക്രിസ്തീയ സമുദായത്തിലൊരു ഡൈവോഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അനുമതി കിട്ടുമായിരുന്നില്ല, പള്ളി അനുവദിക്കാതെ അവർക്ക് ചെയ്യാനും കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ധാരാളം പേര് ഇന്ത്യ വിട്ടതിന് ശേഷം അവർ ഡൈവോഴ്സ് എടുക്കുകയും അവർ പുനർവിവാഹം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുത്തെ പള്ളിയുടെ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. പിന്നെ അവരിങ്ങോട്ട് വരാനും പോകുന്നില്ല. അവരൊരു പക്ഷേ ജർമ്മനിയിലോ ഇറ്റലിയിലോ അമേരിക്കയിലോ ഒക്കെ ആയിരിക്കുന്ന താമസം. അപ്പോൾ ആ സമുദായത്തിലും അത് മാറിക്കഴിഞ്ഞു. ഇനി ഇസ്ലാം സമുദായത്തിൽ വന്ന ഒരു ശക്തമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മിക്കവാറും 1:1 ഫോമുലയിലാണ് ഇപ്പോൾ അവരുടെ കുടുംബങ്ങൾ. മുമ്പ് ഉള്ളതുപോലെ ഒരു ആളിന് ധാരാളം ഭാര്യമാരെന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. ചില മത നേതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വേണം എന്ന് പറയാറുണ്ടെങ്കിലും ആ സമുദായം ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഭർത്താവ്, ഒരു ഭാര്യ എന്നുള്ള നയത്തിലേക്ക് അവർ വന്നിരിക്കുന്നു. ഇനി വൈധവ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഭർത്താവ് മരിക്കുകയോ ഭാര്യ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ രണ്ടാമത് വിവാഹം കഴിക്കുന്ന പതിവ് ഇപ്പം മുസ്ലിം സമുദായത്തിലുണ്ട്. മതപരമായിട്ട് അത് ഭർത്താവിന് വീണ്ടും വിവാഹം കഴിക്കാം എന്നുള്ളത് നിലനിൽക്കുന്നുവെങ്കിലും ഭാര്യയ്ക്ക് വീണ്ടും വിവാഹം കഴിക്കാമെന്നുള്ളത് മതപരമായിട്ട് നിലനിൽക്കുന്നില്ല. പക്ഷേ ആ സമുദായത്തിലൊരു പ്രത്യേകതയുണ്ട്. ഒരു ഭർത്താവിനും ഒരു ഭാര്യയ്ക്കും അവർ ഔദ്യോഗികമായിട്ട് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റൊരാളിനെ വിവാഹം കഴിക്കാം എന്ന് മാത്രമല്ല, ഇനി ഔദ്യോഗികമായിട്ട് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റൊരാളിനെ വിവാഹം കഴിച്ചാലും അവരോട് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തിരിച്ച് ആദ്യത്തെ ആളിനെ വിവാഹം കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു സമ്പ്രദായം മുസ്ലിം സമുദായത്തിലുണ്ട്. പക്ഷേ അല്ലാതെ പറ്റില്ല. ഇപ്പോൾ വിവാഹമോചിതരായി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ നിയമം അനുവദിക്കുന്നില്ല, ശരീഅത്തിൽ അത് അനുവദിച്ചിട്ടില്ല. മറിച്ച് അവർ വേറൊരാളിനെ വിവാഹം കഴിച്ച ശേഷം വേണമെങ്കിൽ അവർക്ക് അത് തലാക്ക് ചൊല്ലി തിരിച്ച് പഴയ ആളിനെ അങ്ങനെ 1-2 വിവാഹങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരാളിനെ നാമമാത്രമായിട്ട് വിവാഹം കഴിച്ചിട്ട് തിരിച്ചു വന്ന ദമ്പതികളെ എനിക്കറിയാം. അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള മതപരമായ ബന്ധനങ്ങൾ ഇപ്പോൾ ഈ പുനർവിവാഹത്തിനില്ല. അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. കാരണം ഈ അവിവാഹിതരായിട്ട് ഇത്രയും പേര് വൈധവ്യമോ അല്ലെങ്കിൽ വിവാഹമോചനമോ നേടിയിട്ട് നിൽക്കുന്നത്, അവർക്ക് പുനർവിവാഹത്തിന് സ്വാതന്ത്ര്യം കിട്ടാതെ വരുന്നത് ഒരു അടിമത്തം തന്നെയാണ്. അത് സമൂഹം അവരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയന്ത്രണമായി പോകുന്നു. അതുകൊണ്ട് പുനർവിവാഹം അനുവദിക്കേണ്ടതാണ് ജെന്യൂനായിട്ടുള്ള കേസസിൽ. ഇനി പുനർവിവാഹം അനുവദനീയമാണെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്വതന്ത്രമായിട്ടാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ദിവസത്തിന് വിവാഹമോചനം നേടി, ഡൈവോഴ്സ് നേടി, ഞാൻ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ വിവാഹം കഴിച്ച് 9 വിവാഹം വരെ കഴിച്ച ഒരു സ്ത്രീ എനിക്കറിയാം. മനസ്സിലായില്ലേ? അതൊരു പതിവാക്കുന്നത് സ്വാഭാവികമായിട്ടും സാമൂഹ്യ നീതിക്കെതിരാണ്. പക്ഷേ ഒരാവശ്യം വരികയാണെങ്കിൽ, ഒരാളിന് പുനർവിവാഹം വേണ്ടി വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ അതുകൊണ്ട് എന്താ പുനർവിവാഹത്തിന് ഇത്ര ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് ഈ വിവാഹാനന്തര കുടുംബ പീഡനങ്ങൾ ഇപ്പോൾ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പീഡനങ്ങൾ സഹിക്കാനൊന്നും ആരും തയ്യാറല്ല. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പോൾ കുറേയെങ്കിലും സഹിക്കുന്ന പുരുഷന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്ത്രീകളങ്ങനെ പീഡനങ്ങൾ സഹിക്കാറില്ല, അവർ പ്രതികരിക്കാറുണ്ട്. പ്രതികരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് വിവാഹമോചനത്തിലെത്തും. പക്ഷേ ഇതിൽ കണ്ടുവന്നിരിക്കുന്ന ഒരു ചെറിയ സംഗതി, അത് നമ്മളെ കണ്ണു തുറപ്പിക്കുന്നതാണ്. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എന്നോട് വിവാഹമോചിതയായിട്ട് 2ാമത് വിവാഹം കഴിച്ച ഒരു സ്ത്രീ കാഷ്വലായിട്ടെന്തോ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, ആദ്യത്തെ വിവാഹം ഡൈവോഴ്സായിപ്പോയി, വിവാഹമോചനമായിപ്പോയി, അതുകൊണ്ട് ഇപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആണെങ്കിൽ മിണ്ടാതിരിക്കും, 2ാമതൊന്നുകൂടെ എനിക്ക് ചെയ്യാൻ വയ്യ, അതുകൊണ്ട് ഞാനങ്ങ് സഹിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനൊരു ഫിലോസഫിയും വരുന്നുണ്ട്. ഒരിക്കൽ വിവാഹമോചിതയായ ഒരു സ്ത്രീയോ പുരുഷനോ 2ാമതൊരിക്കൽ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ 2 പേരിലും ക്ഷമാശീലം ഇത്ര കൂടുന്നു എന്നുള്ളതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു ഗുണം പുനർവിവാഹത്തിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു നിയമം എന്നുള്ള നിലയ്ക്ക് പുനർവിവാഹം അനുവദിക്കേണ്ടതാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. പക്ഷേ അതിനെ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നതല്ല. കാരണം പുനർവിവാഹം സംഭവിക്കുമ്പോൾ എപ്പോഴും അതിൽ വിക്ടിംസ് ആകുന്നത് കുട്ടികളാണ്, പുനർവിവാഹം കഴിക്കുന്നവരല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 2ാമത് വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീക്ക് ആദ്യത്തെ വിവാഹത്തിലൊരു കുട്ടിയുണ്ടെന്ന് വെച്ചോളൂ. നമ്മുടെ സാമൂഹിക സംവിധാനങ്ങളിൽ ആ കുട്ടിയെ നോക്കാനൊരു ഏജൻസി ഇല്ല. പല വിദേശ രാജ്യങ്ങളിലും നിങ്ങൾ പുനർവിവാഹത്തിന് പോവുകയാണെങ്കിൽ ആദ്യത്തെ കുട്ടിയെ നോക്കാൻ സർക്കാരിൻ്റേതായ ഏജൻസികളുണ്ട്.
അവരെ ഏൽപ്പിക്കാം. അവരെ വളർത്തുന്ന എല്ലാ ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുത്തോളും. വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ അതാണ്. നമ്മുടെ നാട്ടിൽ തത്വത്തിൽ അങ്ങനെയൊക്കെ ഏജൻസികളുണ്ട്, അമ്മത്തൊട്ടിൽ പോലുള്ള ഏജൻസികളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇഫക്റ്റീവായിട്ട് ഒരു കുട്ടിയെ വളർത്തി ഒരു നല്ല പൗരനാക്കി എടുക്കാൻ പറ്റുന്ന സംവിധാനത്തോടു കൂടി അല്ല പ്രവർത്തിക്കുന്നത്. അപ്പം വിവാഹം, മോചനം, പുനർവിവാഹം, ഇതിൻ്റെ രണ്ടിൻ്റെ വിക്ടിംസ് കുട്ടികളാണ്. അതുകൊണ്ടാണ് പൊതുവെ എൻ്റെ ഒരു അഭിപ്രായം, താത്വികമായിട്ട് നമുക്കത് വിവാഹമോചനവും പുനർവിവാഹവും ഒക്കെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ഒരു വിമൻ എംപവർമെൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് കൊട്ടിഘോഷിക്കാമെങ്കിലും അതിൻ്റെ അവസാന വാക്ക് നോക്കുമ്പോൾ അത് ഒരു അവഗണിക്കപ്പെട്ട തലമുറയെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ വിവാഹമോചനം, പുനർവിവാഹമൊക്കെ നമുക്ക് രണ്ടാമത്തെ വിവാഹം കഴിച്ച് കാണിക്കുന്ന ആ ക്ഷമ ആദ്യത്തേതിൽ കാണിക്കാമെങ്കിൽ നമുക്ക് ഈ വിവാഹമോചനവും പുനർവിവാഹവും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പുനർവിവാഹം ഒരു തെറ്റൊന്നുമല്ല, പക്ഷേ അതിനൊരു സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് എപ്പോഴെപ്പോഴും അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ചില പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ പ്രസ്താവിക്കാറുണ്ട്, എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ അവനെ ഇട്ടിട്ട് പോകും. അങ്ങനെ നമുക്കിഷ്ടമുള്ള എല്ലാം ലോകത്ത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. ചില കാര്യങ്ങളിൽ നമുക്ക് ചില ടോളറൻസ് വേണം. പക്ഷേ ടോളറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന, നമുക്ക് അസഹനീയമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം ഒരു ഭർത്താവ് ഒരു പങ്ക് മദ്യം കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വിവാഹമോചനം നേടാൻ പോകുന്നു എന്ന് പറയുന്ന കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ ഇത്തിരി കടുത്ത കൈയാണ്. അത് അയാൾ ചെയ്യുന്ന തെറ്റ് സഹിക്കാൻ വയ്യാത്ത ഒരു തെറ്റാണെങ്കിൽ, അയാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, അയാൾക്ക് ഒരു പങ്ക് മദ്യം കഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യേണ്ടി വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹമോചനം ചെയ്യുന്നവർ ആത്യന്തികമായിട്ട് ദുരന്തത്തിലേക്ക് എത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവർ 2-3 വിവാഹമൊക്കെ കഴിയുമ്പോൾ ഇവർ വല്ലാതെ ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്നു. അവർ ഈ ഫ്രം ഷില്ല ടു കാരിബ്ഡസ് എന്ന് പറയുന്ന തത്വത്തിലേക്ക് പോകും. അതായത് ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്ത് അതിലും വലിയ പെരുംകുഴിയിലേക്ക് ചെന്ന് പതിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വരാറുണ്ട്. അപ്പോൾ വിവാഹമോചനം ചെയ്യുമ്പോഴും പുനർവിവാഹം ചെയ്യുമ്പോഴും ബുദ്ധി, സ്വന്തം ഇൻ്റലിജൻസ് വേണ്ട പോലെ ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്നൊരു സജഷനാണ് എനിക്കുള്ളത്. തത്വത്തിൽ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണ്. ഓക്കെ സാർ, അപ്പോൾ നമ്മളിന്ന് പുനർവിവാഹത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോൾ അവസാനമായി സാർ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ബുദ്ധിപരമായിട്ട് തീരുമാനിക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള അനുവദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പുനർവിവാഹം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്റ്റാണ്, നിങ്ങൾക്കത് ആവശ്യമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരിക്കലും അതൊരു ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് ആവരുതെന്നല്ലേ? അതെ, അത് ദുരുപയോഗം ചെയ്യുന്ന രീതിയിലായിക്കഴിഞ്ഞാൽ അത് അവരവരുടെ ജീവിതത്തിനൊരു ദുരന്തമായി തന്നെ ഭവിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ഐ ആം വാട്ട് ഐ തിങ്ക് സോ ഐ ആം ദക്കാർത്തെ പറഞ്ഞ ഒരു തത്വമുണ്ട്. അതുപോലെ നമ്മൾ ഐ ആം വാട്ട് ഐ ഡു, ഐ ആം വാട്ട് ഐ തിങ്ക്, മനസ്സിലായില്ലേ? ഞാൻ ചെയ്യുന്നതെന്തോ അതാണ് ഞാൻ ചിന്തിക്കുന്നതെന്തോ അതാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത്, നമുക്ക് മാത്രമല്ലോ ഈ വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളത്. യുവർ ഫ്രീഡം എൻഡ്സ് അറ്റ് ദ നോസ് ഓഫ് ദി നെക്സ്റ്റ് മാൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്വാതന്ത്ര്യം അടുത്ത ആളുടെ മൂക്കിൻ തുമ്പത്ത് വരെയുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ള ഈ സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നാലോചിക്കണം. ഇപ്പം നിങ്ങളൊരാളിനെ വിവാഹം കഴിച്ചു, ഇപ്പം അതിൽ ഒരാളിനെ വിവാഹം കഴിച്ചു എന്ന് വെച്ചോളൂ, ആ വിവാഹം കഴിക്കുന്ന ആ പുരുഷനും ഇതേ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ തിരിച്ചു ആകാതെ അപ്പോഴാണ് നമ്മൾ ഇരുന്ന് ചിന്തിക്കുക. അത് ചിലപ്പോൾ രണ്ടാമതായിരിക്കും സംഭവിക്കുക. ആദ്യം നമ്മളൊരാളിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് അവർ നമ്മളെ ഉപേക്ഷിക്കുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പോഴായിരിക്കും ഇതിനേക്കാൾ ഭേദം എന്നെ ഇഷ്ടപ്പെട്ട മറ്റേയാളായിരുന്നു എന്ന്. അതായത് ഈ മഹാഭാരതത്തിലൊരു കഥയുണ്ട്, ആ കഥ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ ഭീമൻ്റെ ഒരു ഭാര്യയായിരുന്നു ഹിഡിംബി ഒരു രാക്ഷസിയായിരുന്നു. ഹിഡിംബി ഒരു കണ്ണാടി, രാക്ഷസിയായതുകൊണ്ട് ഒരു മാന്ത്രിക കണ്ണാടി ഭീമന് സമ്മാനിച്ചിട്ട് പറഞ്ഞു, ഈ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ഹിഡിംബി എന്താ കരുതിയത്, ഈ കണ്ണാടിയിൽ ഭീമൻ നോക്കിയാൽ ഹിഡിംബിയെ കാണുമെന്ന്. അപ്പം ഈ കണ്ണാടി ഭീമൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കാണുന്ന പാഞ്ചാലിയാണ്. ഇത് കണ്ട ഹിഡിംബി ഭീമനെ ഉപേക്ഷിച്ച് പോയി എന്നാണ് കഥ. ഇനി ഭീമന് പറ്റിയതോ, ഭീമൻ ഈ കണ്ണാടി പാഞ്ചാലിയായിട്ടൊക്കെ കൊണ്ടുപോയി. ഭീമൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാഞ്ചാലിയാണെന്ന് കണ്ണാടി കണ്ടല്ലോ. ഭീമൻ പാഞ്ചാലിയോട് പറഞ്ഞു, ഈ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആളിനെ കാണാം. അപ്പോൾ ഭീമൻ എന്താ വിചാരിച്ചത്, അതിൽ ഭീമനെ കാണുമെന്ന്. പക്ഷെ പാഞ്ചാലി ഏതിൽ നോക്കിയപ്പോൾ അർജുനെയാണ് കണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മാത്രമല്ല ചിന്തകളും വികാരങ്ങളും ഒക്കെ ഉള്ളത്, ഓരോ ആളിൻ്റെ മനസ്സിലുള്ള വിചാരധാരകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനും ഇറങ്ങുമ്പോൾ ഈ മാന്ത്രിക കണ്ണാടിയുടെ കഥയൊന്ന് ഓർത്തിരിക്കുന്നതുകൂടി നല്ലതാണ്. അപ്പോൾ എന്തായാലും മാന്ത്രിക കണ്ണാടിയുടെ ഒരു കഥ കൂടി എല്ലാവരും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റേസ് ടു സക്സസിൻ്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡും കൂടി അവസാനിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. സർ, താങ്ക് യു സോ മച്ച്.
നന്ദി. അപ്പോൾ എന്തായാലും പുനർവിവാഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ റേസ് ടു സക്സസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നല്ല വശങ്ങളും ഒപ്പം തന്നെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മളോട് സാർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഇന്നത്തെ റേസ് ടു സക്സസിൽ നിന്ന് എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. സോ ടിൽ ദെൻ ഇറ്റ്സ് മീ RJ Aila signing off. Keep listening Ahalya from 90.4. കേട്ട് കൂട്ടുകൂടാം.